പറഞ്ഞു എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ രക്ഷയില്ല. ഒരു IPS ഓഫീസർ ഒരു MLA കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന 4-5 ദിവസത്തെ കോളാണ്. മുഴുവൻ ഞാൻ പുറത്തു വിട്ടിട്ടില്ല, ബാക്കി കൂടി ഞാൻ പുറത്തു വിട്ട അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥർ. എന്തിനാ കാല് പിടിക്കുന്നത്? ഒരു 10,000 രൂപയുടെ ഒരു മറുകഷ്ണം കട്ടിലുണ്ടായ കേസാണ്. ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവർ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവർ, രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം, ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ 10,000 രൂപയുടെ കേസാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബനാഥന്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ജനൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാൽ അയാളെ കൈവശമാക്കിയാൽ എന്താ സ്ഥിതി? അതാണ് ആ മരത്തിന്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരം തോന്നുന്നു. ആ മരം, ആ കേസിൽ അദ്ദേഹം ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നുണ്ട്, LSP ഇതൊരു അന്വേഷണം നടന്നോട്ടെ. അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ പരിപൂർണമായി കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ. ഈ അങ്ങാടിക്ക് പാട്ടല്ലേ, ഇതൊക്കെയല്ലേ മോശം? ആരോപണം ആരെ വരെയും വരാം, മുഖ്യമന്ത്രിയുടെ വരെയും വരാം, മന്ത്രിമാരെ പേരിൽ വരും, പാർട്ടി നേതാക്കന്മാർ എന്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട്. അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ. അതുകൊണ്ട് എന്താണ് SP അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അതേ വീണിക്കാതെ അല്ല അങ്ങനെയല്ലേ? ഈ കാലുപിടുത്തം തുടർന്നോ? ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക? അദ്ദേഹം കള്ളനല്ലെങ്കിൽ, ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ, പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ ആയിക്കോട്ടെ, മേലെ അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടത്. അപ്പോ അങ്ങനെ ഒരു IPS ഓഫീസർ ഇങ്ങനെ കള്ളത്തരം ചെയ്യും. ഈ കൊള്ളക്കും കൊലക്കും കൂട്ടി നിർത്തുന്ന ഒരു IPS ഓഫീസർ ആ ഫോൺ റെക്കോർഡ് പഠിച്ചോ എനിക്ക് തന്നെ നിങ്ങൾ ആലോചിച്ചു. 4-5 ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുകയാണെങ്കിൽ? ഏത് കുട്ടിക്കും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം, അദ്ദേഹത്തിന്റെ ചിന്താശേഷി പോലും അടച്ചു. ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന 5 വയസ്സിലെ ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. എന്തായാലും മനസ്സിലാക്കേണ്ടത്, അപ്പൊ ആ ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ഉന്നയിച്ചു വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ്. ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതിന് എവിടെ എത്തും? ഇതെല്ലാം ഉണ്ടായിട്ട്, ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് തിരിഞ്ഞു വരുന്നുണ്ട്. നമ്മള് ഇത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തിരിയിട്ട് നമുക്ക് നോക്കാം. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഞാനത് ചെയ്തത് തെറ്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ്. പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിന്റെ നന്മക്കും ഈ പബ്ലിക്കിന്റെ എന്താ പറയാ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.